അപ്പം നമ്മൾ 110-ലെ ലോ ടെന്നീസിൻ്റെ വേറൊരു പോയത്തിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പേരാണ് സ്പ്ലെൻഡർ ഫാൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ടെന്നീസിനെ കുറിച്ചുള്ള ഒരു ചെറിയ നറേഷനൊക്കെ പിന്നെ ലേഡി ഓഫ് ഷാർലറ്റിൽ ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതപ്പോൾ കാണുക വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിൽ ഞാൻ സ്പ്ലെൻഡർ ഫാൾസിൻ്റെ ഒരു നറേഷനാണ് തരുന്നത്. അപ്പോൾ സ്പ്ലെൻഡർ ഫാൾസിൻ്റെ ഒരു സെറ്റിംഗ് എന്ന് പറയുന്നത് ഒരു പ്രിൻസസ് ആയിട്ടുള്ള ഇഡ എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ചുള്ള ഒരു നറേഷനാണ് ഇതിൽ ആദ്യം ടെന്നീസൺ തന്നിട്ടുള്ളത്. ഇഡ എന്ന് പറയുന്നത് വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ട്രീം ഫെമിനിസ്റ്റ് വ്യൂ ഉള്ള ഒരു ലേഡി ആയിരുന്നു. അവർ പൊളിറ്റിക്കൽ റൈറ്റ്സ്, സ്ത്രീകളുടെ എഡ്യൂക്കേഷണൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിനെ കുറിച്ചും അതേപോലെ അവരുടെ മാരേജ് ആൻഡ് പ്രോപ്പർട്ടിയിലുള്ള അവരുടെ റൈറ്റിനെ കുറിച്ചും ഒക്കെ ഇഡ വളരെയധികം ബോധവതിയായിരുന്നു. അതേപോലെ അക്കാദമി, ഷീ ഹാസ് റൈസ്ഡ് ആൻ അക്കാദമി ഫോർ ദ ട്രെയിനിങ് ഓഫ് വിമണിന് വേണ്ടിയിട്ട് ട്രെയിനിങ് അക്കാദമി തുടങ്ങിയിരുന്നു. അപ്പോൾ ഈ ഒരു സെറ്റിങ്ങിൽ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെന്നീസിൻ്റെ വുമണിനോടുള്ള ഒരു അപ്രോച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വളരെയധികം റെസ്പെക്ട്ഫുള്ളായിട്ടും ഒരു അഡ്വാൻസ്ഡ് മൈൻഡ് സെറ്റോടു കൂടിയാണ് അന്ന് തന്നെ വിമണിനെ കണ്ടിരുന്നത്. അപ്പോൾ സ്പ്ലെൻഡർ ഫാൾസ് എന്ന് പറയുന്നത് ഈ ഒരു പോയത്തിൽ, ചെറിയ പോയത്തിൽ എവിടെയും അങ്ങനെ പ്രത്യേകിച്ച് ഈ പറയുന്ന വിമണിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഈ ഫെമിനിസം സംഭവങ്ങൾ ഇതിൽ വരുന്നില്ല. ഇതിലാകെ പറയുന്നത് ഈ ഒരു ഇഡ എന്ന് പറയുന്ന ഈ ഒരു പ്രിൻസസ് അവർ ജീവിക്കുന്ന കാസിലിൻ്റെ ഒരു സൗന്ദര്യവും അവർ ആ ഒരു കാസിൽ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നത് എന്നുള്ള ആ ഒരു കാര്യം മാത്രമേ, ആ ഒരു കാസിൽ അതിൻ്റെ ബ്യൂട്ടി, ലാൻഡ്സ്കേപ്പ് ഒക്കെ പോലെയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. ദ ലിറിക് ഈസ് ആൻ എസ്സേ ഇൻ ലാൻഡ്സ്കേപ്പ് പെയിൻറ്റിങ്. ഒരു ലാൻഡ്സ്കേപ്പ് പോലെ മനോഹരമായി ഇങ്ങനെ ആ ഒരു കാസിലിനെ വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞത്. പിന്നെ അതേപോലെ ഇതിൽ വേറൊരു സംഭവം കൂടിയും പരസ്പരം വരുന്നുണ്ട്. അതായത് അന്ന് വിമണിനെ നശിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. നമുക്ക് ക്രിസ്റ്റീന റോസറ്റിയുടെ ഗോബ്ലിൻ മാർക്കറ്റിലൊക്കെ പറയുന്നുണ്ട്. അതായത് മനുഷ്യന് വിക്ടോറിയൻ ഏജിലേക്ക് വന്നപ്പോൾ, ഡാർവിൻ്റെ ഒരു ഒറിജിൻ ഓഫ് സ്പീഷീസ് ഒക്കെ ഇറങ്ങിയപ്പോൾ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ സ്ത്രീയെ ഒരു ഒബ്ജക്റ്റായിട്ട് കാണുവാൻ, ഒരു സെക്ഷൽ ഡിസൈറായി കാണുവാൻ മാത്രം പറ്റുന്ന ഒരു ലെവലിലേക്ക് മനുഷ്യൻ തരം താണു പോയി, ഫെയ്ത്ത് ഇൻ റിലീജിയൻ നഷ്ടപ്പെട്ടപ്പോൾ. അതുകൊണ്ട് സ്ത്രീകൾ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുകയും നശിക്കപ്പെടുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അത് എങ്ങനെയാണ് പറയുന്നത്? പ്രകൃതിയെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പ്രകൃതി ഒരു സ്ത്രീയോട് ഉപമിക്കുന്നു. അപ്പോൾ പ്രകൃതി ഇൻഡസ്ട്രിയലൈസേഷനും അതേപോലെ അർബനൈസേഷനും ഒക്കെ വന്നതോടുകൂടി പ്രകൃതി മനുഷ്യൻ്റെ ഒരു ആന്ത്രോപോളജിക് ആക്ടിവിറ്റീസ് കാരണം നശിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ തന്നെ ആ ഒരു നശിപ്പിൻ്റെ ഭാഗമായിട്ട് ആരാണ് നശിപ്പിക്കുന്നത്? അപ്പോൾ ഈ വുമണിനെ, അപ്പോൾ അവിടെ പ്രകൃതി വുമണായിട്ട് നമ്മൾ മെറ്റഫർ ചെയ്ത് വെക്കുമ്പോൾ അവിടെ ആരാണ് പ്രകൃതി നശിപ്പിക്കുന്നത്? അപ്പോൾ പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാരെ നാച്ചുറൽ ലെവലിലേക്ക് വരുമ്പോൾ അവിടെ മനുഷ്യരെല്ലാവരും കൂടി പ്രകൃതിയെ നശിപ്പിക്കുകയാണ്. എന്നാൽ സ്ത്രീയെ നശിപ്പിക്കുന്നത് പുരുഷന്മാരാണ് എന്ന രീതിയിൽ അങ്ങനെ ഒരു കമ്പയർ ചെയ്ത് ഒക്കെ ഈ ഒരു ഇതിനൊരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കേട്ട ക്ലാസ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഒരു വിക്ടോറിയൻ ഏജിൻ്റെ കാലഘട്ടത്തിൽ സ്ത്രീകളും അതേപോലെ പ്രകൃതിയൊക്കെ നശിച്ചു കൊണ്ടിരിക്കുന്നു. അത് അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ ഒരു ഫെയ്ത്ത് ഇൻ ഗോഡ്, റിലീജിയസ് വിശ്വാസം നഷ്ടപ്പെട്ടു. മനുഷ്യരെ മോഡേണിസത്തിൻ്റെ പിറകെ പോയി. അപ്പോൾ മനുഷ്യൻ പരസ്പരമുള്ള ആ ഒരു സ്നേഹം, വിശ്വാസവും ദൈവത്തിലുള്ള വിശ്വാസവും പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ വലിയ വലിയ ആഡംബരങ്ങൾക്ക് പിറകെ മനുഷ്യൻ പോവുകയാണ് എന്ന രീതിയിൽ നമുക്ക് അപ്പോൾ അതിലൂടെ പ്രകൃതി ചൂഷണപ്പെടുന്നു എന്നുള്ളതും അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ വുമൺ ചൂഷണപ്പെടുന്നു എന്നുള്ളതും നമുക്കിതിൽ പറഞ്ഞു വെക്കാവുന്ന ഒരു എലമെൻ്റാണ്. അപ്പോൾ ഇതാണ് ദ സ്പ്ലെൻഡർ ഫാൾസ്. ഇതിലെ ദ സ്പ്ലെൻഡർ ഫാൾസ് ഓൺ കാസിൽ വാൾസ് എന്ന ഒരു ആദ്യത്തെ 3-4 ലൈൻസ് മാത്രം ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി വേറൊന്നിലേക്ക് പോകാം.